ദൈവത്തിൻ്റെ പൊന്നുനാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ട എല്ലാ കുഞ്ഞുമക്കളെയും സന്തോഷത്തോടു കൂടി ഒരിക്കൽ കൂടി ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ ആഴ്ചയെല്ലാം നിങ്ങളെ പഠിപ്പിച്ച പാഠഭാഗങ്ങളൊക്കെ വളരെ സന്തോഷത്തോടെ കൃത്യമായിട്ടെല്ലാം ചെയ്തു എന്ന് ഞാൻ കരുതുന്നു. നിങ്ങളുടെ ഹോംവർക്കുകൾ പാഠഭാഗത്തു നിന്ന് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു, കളർ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കളർ ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ആ ഭാഗത്തേക്കൊന്നും കടക്കുന്നില്ല. നമുക്ക് ആദ്യം തന്നെ പാഠഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ചേർന്ന് ഒരു വാക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം. നിങ്ങളിരിക്കുന്ന ആ സ്ഥലത്ത് തന്നെ എല്ലാവരും ഇരുന്നാൽ മതി. എഴുന്നേറ്റ് നിൽക്കാനൊന്നും ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറയുന്നില്ല. ശ്രദ്ധിച്ച് എൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ചുകൊണ്ട് ഇരുന്നുകൊള്ളണം. ദൈവമേ, അവിടുത്തെ അത്ഭുത വേദപ്രമാണത്തിൽ നിന്ന് അറിയുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ള ദൈവിക വചനങ്ങൾ മറന്നു പോകാതിരിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമേൻ. എല്ലാവരും സന്തോഷമാണ്. നിങ്ങളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നല്ല സന്തോഷത്തോടുകൂടിയാണ് എല്ലാവരും ഇരിക്കുന്നതെന്ന്. ഞാൻ ഒത്തിരി സന്തോഷത്തിലാണ്. കാരണം ഓരോ ദിവസം ചെല്ലുന്തോറും സൺഡേ സ്കൂളിൻ്റെ ഓരോ പാഠഭാഗങ്ങൾ ഇങ്ങനെ ഓൺലൈൻ ക്ലാസ്സിലൂടെ പഠിപ്പിക്കുമ്പോൾ കുട്ടികൾ വളരെ സന്തോഷത്തോടുകൂടി പഠിക്കുന്നു. അങ്ങനെ പഠിച്ച് നിങ്ങൾക്ക് വളരുവാനുള്ള അറിവുകൾ നേടുവാനുള്ള ഈ അവസരം എല്ലാവരും പ്രയോജനപ്പെടുത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചു. അതുകൊണ്ട് ദീർഘമായിട്ടൊന്നും ആ ഭാഗത്തേക്ക് കിടക്കാതെ നമുക്ക് ഇന്നത്തെ പാഠഭാഗത്തേക്ക് പ്രവേശിക്കാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പാഠം 6 ദാവീദും ഗോലിയാത്തും എന്നുള്ള പാഠഭാഗമാണ് പഠിക്കുന്നത്. നല്ല ഒരു കഥയാണ്, വലിയ യുദ്ധത്തിൻ്റെ കഥയാണ് അതിൻ്റെ അകത്ത് നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് ശ്രദ്ധിച്ചിരുന്നു കൊള്ളണം. ഇന്നത്തെ കഥയിലെ പ്രധാനപ്പെട്ട 2 വ്യക്തികൾ, ഒന്ന് ഗോലിയാത്ത് എന്ന് പറയുന്ന ആളാണ്, രണ്ടാമത്തെ ആൾ ദാവീദ് എന്ന് പറയുന്ന ആളാണ്. ഈ 2 പേരെ കുറിച്ചും വളരെ വിശദമായിട്ട് ബൈബിളിലൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കുവാൻ പറ്റുന്ന രീതിയിൽ വളരെ ലഘുവായിട്ടാണ് ഇതിൻ്റെ പാഠഭാഗത്ത് ക്രമീകരിച്ചിരിക്കുന്നത്. കാര്യങ്ങളെല്ലാം നമുക്ക് പഠിക്കാം. അതിൽ നിന്ന് ഒത്തിരി നല്ല സന്ദേശങ്ങൾ മക്കൾക്ക് വേണ്ടിയിട്ട് പാഠഭാഗത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ശ്രദ്ധയോടെ ഇരുന്നാൽ നമുക്ക് കഥ പെട്ടെന്ന് മനസ്സിലാകും. ആ കഥയിലൂടെ നമുക്ക് നല്ല സന്ദേശം പഠിക്കാം. എല്ലാവരും റെഡിയായിട്ടിരിക്കുക. ദാവീദും ഗോലിയാത്തും എന്ന ഈ പാഠഭാഗത്ത് നമുക്ക് ആദ്യം തന്നെ കാണാൻ പറ്റുന്നത് ആ പുസ്തകത്തിൻ്റെ ആ പേജിൽ ഒരു വലിയ ആനയെ, ഒരു ആനപ്പാപ്പൻ ഇങ്ങനെ മേച്ചു കൊണ്ടുവരുന്ന ഒരു ചിത്രം പാഠപുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. അത് കാണുമ്പോൾ കുട്ടികളുടെ, കൊച്ചുമക്കളുടെയൊക്കെ ശ്രദ്ധ പെട്ടെന്ന് ആ ചിത്രത്തിലേക്ക് പോകും. ഇപ്പോൾ നിങ്ങൾ ആ ചിത്രത്തിലേക്ക് ഒന്ന് നോക്കണ്ട കേട്ടോ, സാറിൻ്റെ നേരെ നോക്കിയിരുന്നു. അതിൽ കാണുന്നത്, അത് ഈ പാഠഭാഗത്ത് നിന്ന് ഉദ്ദേശിക്കുന്നത്, ഇത്രയും വലിയ ഒരു ആന, കരയിലെ ഏറ്റവും വലിയ ജീവിയാണ് ഏത്? ആന. കരയിലെ ഏറ്റവും വലിയ ജീവിയെ ചെറിയ ഒരു മനുഷ്യൻ അത് പറയുന്നത് പോലെ അനുസരിച്ച് ആനയെ കൊണ്ടുവരാൻ സാധിക്കുന്നു. അതാണ് ഇതിൻ്റെ ഒരു സന്ദേശം. അപ്പോൾ ഗോലിയാത്ത് എന്ന് പറയുന്ന വലിയ ഒരു മല്ലൻ എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ മക്കൾക്ക്? യുദ്ധത്തിനൊക്കെ പോകുമ്പോൾ ഏറ്റവും വലിയ ശക്തിയുള്ള ആൾ, വലിയ പൊക്കം കൂടിയ വലിയ ആളുകളെയാണ് മല്ലന്മാരെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഫിലിസ്തീനായ ഒരാളാണ് ആര്? നമ്മൾ ഈ കഥയിൽ പറയുന്ന ഗോലിയാത്ത്. അപ്പോൾ ഗോലിയാത്ത് വലിയൊരു മല്ലനാണ്. ആ മല്ലനോട് എതിരുന്ന ഒരാളാണ് പാഠഭാഗത്തിൽ കൊടുത്തിരിക്കുന്നത് ദാവീദ് ഒരു ചെറിയ മനുഷ്യനാണ്. സാധാരണ നമ്മളെപ്പോലെയൊക്കെ ഉള്ള ചെറിയൊരു മനുഷ്യനാണ്. അപ്പോൾ വലിയ മല്ലനായ ഗോലിയാത്തിനെ ദാവീദ് കൊല്ലുന്ന രീതിയിൽ, അല്ലെങ്കിൽ യുദ്ധത്തിൽ തോൽപ്പിക്കുന്ന ഒരു കഥയാണ് ഈ പാഠഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ചിത്രത്തിൽ കാണുന്ന വലിയ ഒരു ആനയെ ചെറിയ ഒരു മനുഷ്യൻ ഇങ്ങനെ കൊണ്ടുവരുന്ന ഒരു ചിത്രമുണ്ട്. അതുപോലെ ആ സന്ദേശം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പാഠഭാഗത്ത് നിന്ന് വലിയ ആളുകൾ, വലിയ ആരോഗ്യമുണ്ടെങ്കിലും അങ്ങനെയല്ല, അവരെയൊക്കെ ലോകത്ത് നിയന്ത്രിക്കുന്നത് ആരായിരിക്കും? നമ്മളെയെല്ലാം നിയന്ത്രിക്കുന്നത്, നമുക്കെല്ലാം തരുന്നത് ആരായിരിക്കും? യഹോവയാണ്. യഹോവയിൽ ആശ്രയിക്കുന്ന ഏതൊരു മനുഷ്യനും ഏതു വലിയ പ്രതിസന്ധി ഉണ്ടായാലും ഏതു വലിയ മല്ലന്മാരുടെ അടുത്തും അതിനെല്ലാം ജയിക്കുവാൻ സാധിക്കുമെന്നാണ് ഈ പാഠഭാഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പാഠപുസ്തകത്തിൽ കാണുന്ന വലിയ ആനയെ കാണുന്നതൊക്കെ എല്ലാവർക്കും ഇഷ്ടമല്ലേ? ഞാൻ നേരത്തെ ഒരു ക്ലാസ്സിൽ ഇവിടെ ഇരിക്കുന്ന ബേസിൽ ഒരു സ്വപ്നം കണ്ട ആനയെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ലായിരുന്നോ? മറന്നുപോയോ നിങ്ങൾ? ഇല്ലല്ലോ. അന്ന് കണ്ടത് ബേസിൽ സ്വപ്നം കണ്ടതാണ്. നമുക്കെന്നാൽ ഈ ആനയെ കാണാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ആനയെ കാണുന്നത് ഇഷ്ടമല്ലേ? അല്ലേ? ആനയെ കാണാൻ ഇഷ്ടമുള്ളവർ അല്ലേ എല്ലാവരും? മുഖത്ത് പറഞ്ഞപ്പോഴേക്കും എല്ലാവരും സന്തോഷമായി. ആനയെ കാണുന്നത് ഇഷ്ടമാണ്. നമുക്ക് റോട്ടിലൂടെയൊക്കെ ആന പോകുമ്പോൾ നമ്മളെല്ലാവരും ശ്രദ്ധിക്കാറുണ്ട്, അല്ലേ?
എത്ര വലിയ മനുഷ്യരും എത്ര ചെറിയ മനുഷ്യരും എത്ര പ്രായം ചെന്നവരും എല്ലാവരും നന്നായിട്ട് ആസ്വദിക്കും ആനയെ കാണുമ്പോൾ. എത്ര പ്രാവശ്യം കണ്ടാലും നമുക്ക് ഒത്തിരി സന്തോഷമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ഈ ആനയെ നമ്മുടെ ക്ലാസ്സിലേക്ക് ഒന്ന് കൊണ്ടുവന്നാലോ? നമ്മുടെ ക്ലാസ്സിന് പുറത്ത് കാണുന്ന ആ റോട്ടിലൂടെയൊക്കെ ഒരു ആനകൾ പോകാറുണ്ട്. ഉണ്ടോ? കണ്ടിട്ടില്ലേ നിങ്ങൾ? ചിലപ്പോൾ നമുക്ക് അങ്ങനെ ഇഷ്ടമാണെങ്കിൽ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്നല്ലേ പറഞ്ഞേ, നമുക്ക് ആനയെ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് ഒന്ന് കൊണ്ടുവരാം. കേട്ടോ? അതേ പോകുന്നുണ്ട് കേട്ടോ, നമ്മുടെ ക്ലാസ്സിൻ്റെ പുറത്തുകൂടി ഒരു ആന പോകുന്നുണ്ട്. സാർ ഒന്ന് പോയി പറഞ്ഞു നോക്കട്ടെ ആന പാപ്പാനോട്, ആനയെ കുറച്ച് നേരം നമ്മുടെ ക്ലാസ്സിലേക്ക് മക്കൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വിട്ടു തരാമോ എന്ന് ചോദിക്കട്ടെ? ചോദിക്കാം. ഞാനൊന്ന് പോയി ചോദിച്ചു നോക്കട്ടെ കേട്ടോ. ആരാ നമ്മുടെ ക്ലാസ്സിലേക്ക് വന്നേന്ന് നോക്കിയേ. നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് വന്നേക്കുന്ന ആളാണിത്. എല്ലാവർക്കും സന്തോഷല്ലേ? എല്ലാവർക്കും സന്തോഷമായി നമ്മുടെ ക്ലാസ്സിലേക്ക് ആന വന്നപ്പോൾ. ആന അതിൻ്റെ വഴിക്ക് പോകട്ടെ, നമുക്ക് പാഠഭാഗത്തേക്ക് കിടക്കാം. ഗോലിയാത്ത് എന്ന് പറയുന്ന മല്ലനായ ആളും ദാവീദ് എന്ന് പറയുന്ന സാധാരണ ആളും തമ്മിലുള്ള ആ യുദ്ധത്തിൻ്റെ കഥകൾ. ബെത്ലഹേം എന്ന് പറയുന്ന ഒരു ദേശത്ത് ഈശായി എന്ന് പറയുന്ന ഒരു വല്യപ്പറ്റൻ അല്ലെങ്കിൽ ഒരു വയസ്സായ ആൾ ഉണ്ടായിരുന്നു. ബെത്ലഹേം എന്ന് പറയുന്ന സ്ഥലത്ത് ഈശായി എന്ന് പറയുന്ന ഒരു പ്രായം ചെന്ന ആളുണ്ടായിരുന്നു. ഈ ഈശായിക്ക് 8 മക്കളുണ്ടായിരുന്നു. നിങ്ങളുടെ വീട്ടിലേക്ക് എത്ര മക്കളുണ്ട്? നിങ്ങൾ ഇല്ലേ? വീട്ടിൽ എത്ര പേരുണ്ട്? 2, 3, 1. പണ്ട് അങ്ങനെയൊന്നും ആയിരുന്നില്ല. പഴയ കാലത്ത് ഒത്തിരി മക്കളുണ്ടായിരുന്നു ഓരോ വീട്ടിൽ. അപ്പോൾ ഈശായിക്ക് 8 മക്കളുണ്ടായിരുന്നു. 8 മക്കളിൽ ഏറ്റവും ഇളയവനായിരുന്നു ആര്? ദാവീദ്. ഈ നമ്മുടെ കഥയിൽ പറയുന്ന ദാവീദ്. ദാവീദിന് ഒരു തൊഴിലുണ്ടായിരുന്നു. എന്ത് തൊഴിലായിരുന്നു അറിയാമോ? ദാവീദ് ആട്ടിടയനായിരുന്നു. ആട്ടിടയൻ എന്ന് പറഞ്ഞാൽ എന്താ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ആട്ടിടയൻ, ആടുകളെ മേയ്ക്കുന്ന ആളാണ് ആട്ടിടയൻ. അപ്പോൾ ഈ ഈശായ്ക്ക് ഒത്തിരി ആടുകളുണ്ടായിരുന്നു. ഈ ആടുകളെ മേയ്ക്കലായിരുന്നു ആരുടെ പണി? ദാവീദിന്റെ പണി. നിങ്ങളുടെ വീട്ടിലൊക്കെ ആടുകളുണ്ടോ? ഉണ്ടോ? ആടുകളെയൊക്കെ കണ്ടിട്ടില്ലേ നിങ്ങൾ? മോൻ്റെ വീട്ടില് എത്ര? 2 ആടുകളുണ്ട് അല്ലേ? ആടുകൾ ഇല്ലാത്തവർ ഉണ്ടോ ഏതെങ്കിലും വീട്ടില്? ഒത്തിരി പേരുണ്ട്. ആടുകളെ കാണാത്തവരുണ്ടോ? ഉണ്ട്. ചിലർ കണ്ടിട്ടുണ്ട്, ചിലർ കണ്ടിട്ടില്ല. നിങ്ങൾക്ക് ആടുകളെ നേരിട്ട് കാണുന്നത് ഇഷ്ടമാണോ? നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് ആടിനെ ഒന്ന് കൊണ്ടുവരാം. ദാവീദിന്റെ തൊഴിൽ എന്തായിരുന്നു? ആട്ടിടയനായിരുന്നു. ദാവീദ് ഇങ്ങനെ ഒത്തിരി ആടുകളെ കൊണ്ടാണ് നടക്കുന്നത്. നമുക്കൊരാടിനെ നമ്മുടെ ക്ലാസ്സിലേക്ക് ഒന്ന് വിളിച്ചാലോ? നിങ്ങൾക്ക് പെട്ടെന്ന് വന്നിട്ട് പോകാൻ പറയാം കേട്ടോ. എന്നിട്ട് നമുക്ക് അടുത്ത കഥയിലേക്ക് കിടക്കാം. നോക്കിയിരുന്നോട്ടോ, വരുന്നുണ്ട്. നമ്മുടെ ക്ലാസ്സിന്റെ പുറത്തേക്കിടെ നടക്കുന്ന ഒരു ആടിനെ പെട്ടെന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്ലാസ്സിലേക്ക് കൊണ്ടുവരികയാണ്. എല്ലാവരും ശ്രദ്ധിച്ചിരുന്നോ? ആട് നിങ്ങളെല്ലാവരും കണ്ടിട്ട് അപ്പം തന്നെ പോകട്ടോ. വിളിച്ച വഴി ആട് വന്നല്ലോ. നിങ്ങളെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഓടി വന്നേക്കണേ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായ ആടിനെ. ഇതുപോലെ ഒത്തിരി ആടുകളുള്ള ആളായിരുന്നു ആര്? ദാവീദ്. ദാവീദ് ഇങ്ങനെ ഒത്തിരി ആടുകളെ ഇങ്ങനെ കൊണ്ട് നടന്ന് മേയ്ക്കുന്ന ആളായതുകൊണ്ടാണ് ആട്ടിടയൻ എന്നുള്ള പേര് വന്നത്. എല്ലാവരും കണ്ടില്ലേ? സന്തോഷമായില്ലേ എല്ലാവർക്കും? ഇനി ആട് പൊക്കോട്ടെ, നമുക്ക് നമ്മുടെ പാഠഭാഗത്തേക്ക് കിടക്കാം. ഈശായി എന്ന് പറയുന്ന ആ വൃദ്ധനായ മനുഷ്യന് 8 മക്കളുണ്ടായിരുന്നു. അതിൽ ഇളയവനായിരുന്നു ദാവീദ്. അപ്പോൾ ഒരു ദിവസം ഈശായി ഇങ്ങനെ വീട്ടിലിരുന്നപ്പോൾ ഈ ദാവീദിനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ദാവീദേ, നീ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞു. അപ്പോൾ ദാവീദ് സന്തോഷത്തോടെ ഓടി എങ്ങോട്ട് ചെന്നു? ഈശായിയുടെ അടുത്തേക്ക് ചെന്നു. ഈശായി എന്നിട്ട് ഒരു വലിയ പൊതി ഈ ദാവീദിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു ദാവീദിനോട്, നീ ഏലാ താഴ്വരയിൽ നിന്റെ ജ്യേഷ്ഠന്മാർ ഫെലിസ്ത്യരോട് യുദ്ധം ചെയ്യുന്നുണ്ട്. നീ ഈ പൊതി അവിടെ കൊണ്ടേ കൊടുക്കണമെന്ന് പറഞ്ഞു. ഈ പൊതിക്കകത്ത് എന്തായിരുന്നു അറിയാമോ? കുറേ പലഹാരങ്ങൾ. ദാവീദിൻ്റെ ജ്യേഷ്ഠന്മാർ ഫെലിസ്ത്യരോട് യുദ്ധം ചെയ്യുന്ന സ്ഥലത്ത് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈശായി ദാവീദിനെ ഈ പലഹാരത്തിൻ്റെ പൊതി ഏൽപ്പിച്ചത്. അപ്പോൾ അങ്ങനെ അത് കേട്ടപ്പോൾ ദാവീദിന് ഒത്തിരി സന്തോഷമായി. എന്തുകൊണ്ടാണ് സന്തോഷമായി എന്നറിയാമോ? ദാവീദിൻ്റെ ജ്യേഷ്ഠന്മാരെ കണ്ടിട്ട് കുറേ നാളുകളായിരുന്നു. അപ്പോൾ ഫെലിസ്ത്യരോട് യുദ്ധം ചെയ്ത് ഏലാ താഴ്വരയിൽ ആയിരുന്നു ദാവീദിൻ്റെ ജ്യേഷ്ഠന്മാർ. അപ്പോൾ ജ്യേഷ്ഠന്മാരെ കാണാൻ പറ്റുമല്ലോ എന്നുള്ള സന്തോഷത്തോടു കൂടി ഉടൻ തന്നെ ഈശായുടെ കയ്യിൽ നിന്ന് പലഹാരത്തിൻ്റെ പൊതികളൊക്കെ ആയിട്ട് ദാവീദ് എങ്ങോട്ട് ചെന്നു? ഏലാ താഴ്വരയിലേക്ക് ചെല്ലുകയാണ്. ഏലാ താഴ്വരയിൽ ചെല്ലുമ്പോൾ അവിടെ വലിയ യുദ്ധം നടക്കുകയാണ്. യുദ്ധം നടക്കുന്ന സ്ഥലത്തേക്ക് ചെന്നു. ദാവീദിൻ്റെ
ജ്യേഷ്ഠന്മാരെയൊക്കെ കണ്ട വഴി അവരുടെ കയ്യിലേക്ക് ഈ പലഹാരപ്പൊതി ഈശായി കൊടുത്തയച്ച പലഹാരപ്പൊതി ജ്യേഷ്ഠന്മാരുടെ കയ്യിലേക്ക് കൊടുത്തു. എന്നിട്ട് ജ്യേഷ്ഠന്മാർ പലഹാരപ്പൊതിയൊക്കെ മേടിച്ച് താഴ്വരയിൽ ഇരുന്ന് കഴിക്കാൻ തുടങ്ങുന്ന സമയത്ത് വലിയൊരു ശബ്ദം കേട്ടു. എന്ത് ശബ്ദമായിരുന്നു അറിയാമോ? നമ്മുടെ ഗോലിയാത്തിൻ്റെ വലിയ അലറുന്ന അട്ടഹസിക്കുന്ന ഒരു ശബ്ദം കേട്ടു. അപ്പം ജ്യേഷ്ഠന്മാരെല്ലാവരും പേടിച്ച് വിറച്ച് തിരിഞ്ഞു നോക്കിയപ്പോൾ ദൂരത്ത് ഇങ്ങനെ നിൽക്കുന്നു മല്ലനായ ഗോലിയാത്ത്. ജ്യേഷ്ഠന്മാരൊക്കെ പേടിച്ച് വിറച്ചെങ്കിലും ദാവീദ് ഈ മല്ലനെ കണ്ടിട്ട് പേടിച്ചില്ല. ദാവീദിന് ഒട്ടും പേടിയുണ്ടായിരുന്നില്ല. കാരണം എന്താണെന്നറിയാമോ? ദാവീദിന് യഹോവയിൽ വലിയ വിശ്വാസമായിരുന്നു. ദാവീദ് നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ആളായിരുന്നു. ദാവീദിൻ്റെ എല്ലാ പ്രതിസന്ധി വരുമ്പോഴും എപ്പോഴും യഹോവ ദാവീദിൻ്റെ കൂടെ ഉണ്ട് എന്ന് എപ്പോഴും വിശ്വസിക്കുന്ന ഒരാളായിരുന്നു ദാവീദ്. അപ്പോൾ ഗോലിയാത്ത് ഇങ്ങനെ താഴ്വരയിൽ ഇങ്ങനെ ഫെലിസ്ത്യരുടെ നടുക്ക് എഴുന്നേറ്റ് നിന്നിങ്ങനെ വലിയ അട്ടഹാസമാണ്. ആരുണ്ടെന്നെ തോൽപ്പിക്കാൻ എന്നൊക്കെ പറഞ്ഞ് വലിയ അട്ടഹാസങ്ങൾ. അപ്പോൾ ദാവീദിൻ്റെ ചേട്ടന്മാരും ഒക്കെ പേടിച്ച് വിറച്ച് മാറി നിൽക്കുകയാണ്. അങ്ങനെ മാറി നിന്നിട്ടും അന്നത്തെ അവിടുത്തെ രാജാവ് ആരാന്നറിയോ? ശൗൽ രാജാവ് വരെ പേടിച്ച് ഒളിച്ചു മാറിയിരിക്കുക. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദാവീദ് ഈ ഫെലിസ്ത്യന്മാരുടെ നേതാവായ ഗോലിയാത്തിനെ കണ്ട് പേടിച്ച് വിറയ്ക്കാതെ ഇങ്ങനെ നോക്കി നിന്നു. ഇവനെ ഒന്ന് തോൽപ്പിക്കണമല്ലോ എന്ന് ദാവീദിൻ്റെ മനസ്സിൽ തോന്നി. ദാവീദ് അപ്പോൾ പയ്യെ തൊട്ടടുത്ത് താഴ്വരയിലുള്ള വലിയൊരു തോടുണ്ട്. ആ തോട്ടിലേക്ക് ചെന്നു. തോട്ടിൽ ചെന്ന് 5 നല്ല മിനുസമുള്ള കല്ലുകൾ പെറുക്കിയെടുത്തു. എത്ര കല്ല് പെറുക്കിയെടുത്തു? 5 കല്ലുകൾ പെറുക്കിയെടുത്തു. ഈ പെറുക്കിയെടുത്ത കല്ലുകളൊക്കെ ദാവീദിൻ്റെ സഞ്ചിയിലിട്ടു. എന്നിട്ട് താഴ്വരയിലേക്ക് കയറി വന്നിട്ട് മല്ലനായ ഗോലിയാത്ത് അവിടെ നിന്നിങ്ങനെ ഭയങ്കര അട്ടഹാസം നടത്തുക. അപ്പോൾ ദാവീദിനെ നോക്കിയിട്ട് ദാവീദിങ്ങനെ ഗോലിയാത്തിനെ നോക്കിയിട്ട് പറഞ്ഞു, യഹോവ എന്നോട് കൂടെയുണ്ട്, ഞാൻ അവനോട് യുദ്ധം ചെയ്യുമെന്ന് മനസ്സിൽ ഇങ്ങനെ ഉറപ്പിച്ച് പറഞ്ഞു. അതിനുശേഷം ദാവീദിൻ്റെ കയ്യിൽ എപ്പോഴും ഒരു സാധനം ഉണ്ടാവാറുണ്ടായിരുന്നു. ആട്ടിടെ ഇങ്ങനെ നടക്കുമ്പോൾ എന്ത് സാധനം എന്നറിയോ? കവിണ. മക്കൾ കണ്ടിട്ടുണ്ടോ കവിണി എന്താന്ന്? കണ്ടിട്ടില്ല അല്ലേ? ഇപ്പം ഒന്നും ഇവിടെ കാണാൻ പാകത്തിന് നമുക്ക് വാങ്ങാൻ കിട്ടില്ല കവിണ. നേരത്തെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കവിണ എന്ന് പറഞ്ഞ സാധനത്തിൽ കല്ല് വെച്ചിട്ട് ഇങ്ങനെ എറിയാനുള്ളതാണ് കവിണ. അപ്പോൾ ദാവീദ് ഗോലിയാത്തിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഈ കവിണയിൽ ഈ പെറുക്കിയെടുത്ത 5 കല്ലുകളില്ലേ, അതിൽ മിനുമിനുത്ത ഒരു കല്ലെടുത്ത് കവിണയിൽ വെച്ചിട്ട് ഇങ്ങനെ യഹോവയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കവിണയിൽ കല്ല് വെച്ച് ഇങ്ങനെ കറക്കി ഒരൊറ്റ വീക്ക് കൊടുത്തപ്പോൾ കല്ല് ഇങ്ങനെ ആകാശത്തു കൂടി പറന്ന് ഭയങ്കര ശബ്ദത്തോടു കൂടി എവിടെ ചെന്നുകൊണ്ടു? ഗോലിയാത്തിൻ്റെ നെറ്റിയിൽ വന്നുകൊണ്ടു. കൊണ്ട വഴി ഗോലിയാത്ത് ഭയങ്കര കരച്ചിലോടുകൂടി ഗോലിയാത്ത് താഴ്വരയിൽ നിലത്തേക്ക് കമിഴ്ന്നു വീണു. അതിനുശേഷം ഗോലിയാത്ത് എഴുന്നേറ്റേയില്ല. ഗോലിയാത്ത് മരിച്ചുപോയി. അങ്ങനെ ഫെലിസ്ത്യര് ആ യുദ്ധത്തിൽ തോറ്റു. ദാവീദിന് ഒത്തിരി സന്തോഷമായി. ദാവീദിനെ എല്ലാ ജ്യേഷ്ഠന്മാരും കൂടി സന്തോഷത്തോടു കൂടി വന്ന് കെട്ടിപ്പിടിച്ചു. അപ്പോൾ എന്തുകൊണ്ടാണ് ദാവീദ് യുദ്ധത്തിൽ ജയിച്ചത്? മക്കളൊന്ന് പറഞ്ഞ് ഓർത്തു നോക്കി. എന്തായിരുന്നു? സാറ് പറഞ്ഞായിരുന്നു. ദാവീദ് യഹോവഭക്തനായിരുന്നു, വലിയ യഹോവഭക്തനായിരുന്നു. അപ്പോൾ എന്ത് കാര്യങ്ങൾ ചെയ്താലും ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടേ ദാവീദ് ചെയ്യുമായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് എന്ത് യുദ്ധത്തിലും എന്ത് പ്രതിസന്ധി വന്നാലും ദാവീദ് വിജയങ്ങൾ നേടുന്നതിന് കാരണം. അപ്പോൾ ദാവീദ് എപ്പോഴും പറയും, യഹോവ എന്നോട് കൂടെയുണ്ട്, ഞാൻ അവനോട് യുദ്ധം ചെയ്യും. ആരോട് യുദ്ധം ചെയ്യും? ഗോലിയാത്തിനോട് യുദ്ധം ചെയ്യും എന്ന് പറഞ്ഞു. ആ ശക്തമായിട്ടുള്ള ദൈവസ്നേഹം കൊണ്ട്, യഹോവയിലുള്ള വിശ്വാസം കൊണ്ടാണ് ആര് ജയിച്ചത്? ദാവീദ് ഗോലിയാത്തിനെ കൊല്ലുവാൻ സാധിച്ചത്, യുദ്ധത്തിൽ ജയിക്കുവാൻ സാധിച്ചത്. അപ്പോൾ എല്ലാവർക്കും കഥ കേട്ട് കഴിഞ്ഞപ്പോൾ കഥ ഇഷ്ടമായോ? എല്ലാവർക്കും ഇഷ്ടമായ കഥ? അപ്പോൾ കഥ ഇഷ്ടമായി, എല്ലാവരും സന്തോഷമായിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഞാൻ ചെറിയ 1-2 ചോദ്യങ്ങൾ കഥയിൽ നിന്ന് ചോദിക്കുക കേട്ടോ, ഉത്തരങ്ങൾ പറയണം കേട്ടോ. ഈ ദാവീദിൻ്റെ പിതാവിൻ്റെ പേരെന്തായിരുന്നു? ദാവീദിൻ്റെ നമ്മുടെ കഥയിലെ ദാവീദിൻ്റെ പിതാവിൻ്റെ പേര് ഈശായി. ശരിയാണ്, ഉത്തരം ശരിയാട്ടോ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചായിരുന്നു. ദാവീദിന് ഒരു തൊഴിലുണ്ടായിരുന്നു. എന്ത് തൊഴിലായിരുന്നു? ദാവീദ്
ആട് നോക്കുന്നയാള്. ശരിയാ, ആട് നോക്കുന്നയാളായിരുന്നു ദാവീദ്, ആട്ടിടയനായിരുന്നു. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു കേട്ടോ. ഇതിന് ഉത്തരം പറഞ്ഞാൽ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി ഞാൻ കരുതു കേട്ടോ. അതിന് ചോദ്യം ഇതാണ്: ഈ ദാവീദും ഗോലിയാത്തും തമ്മിൽ ഒരു സ്ഥലത്ത് വെച്ച് യുദ്ധം നടന്നു. ആ യുദ്ധം നടന്ന ആ താഴ്വരയുടെ പേര് എന്തായിരുന്നു? താഴ്വരയുടെ പേര് ഓർക്കുന്നുണ്ടോ? 2 അക്ഷരമുള്ളൂ. ഏലാ താഴ്വര കേട്ടോ, ഏലാ താഴ്വര. എല്ലാവരും ശ്രദ്ധിച്ചായിരുന്നത്. മനസ്സിലായി. ഇനി ഒരു ചോദ്യം കൂടെ ചോദിച്ച് പെട്ടെന്ന് തീർക്കുക കേട്ടോ. ദാവീദ് ഏലാ താഴ്വരയിൽ ഒരു തോട്ടിലേക്ക് പോയി എന്ന് പറഞ്ഞില്ലേ സാറ്? തോട്ടിലേക്ക് പോയിട്ട് കുറേ കല്ലുകൾ പെറുക്കിയെടുത്തു. എത്ര കല്ലാണ് പെറുക്കിയെടുത്ത്? എത്രയായിരുന്നു? ഓർത്ത് നോക്കി. 5 കല്ലുകൾ. ശരിയാട്ടോ, 5 കല്ലുകളാണ് ദാവീദ് തോട്ടിൽ നിന്ന് പെറുക്കിയെടുത്തത്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു കല്ല് പെറുക്കിയെടുത്തത്? ഓർക്കുന്നുണ്ടോ? എന്തിനു വേണ്ടിയിട്ടാ? കഥയിൽ പറഞ്ഞല്ലോ. ഗോലിയാത്തിനെ കൊല്ലാൻ വേണ്ടിയിട്ട്, കവണയിൽ കല്ല് വെച്ച് എറിയാൻ വേണ്ടിയിട്ടാണ് ഈ കല്ലുകൾ പെറുക്കിയെടുത്തത്. ഇനി ഒരു ചോദ്യം കൂടി ആട്ടോ ചോദിക്കണുള്ളൂ. അതിൻ്റെ ഉത്തരം പറഞ്ഞാൽ എല്ലാവരും പഠിച്ച്, എല്ലാ മിടുക്കന്മാരും ആണ് കേട്ടോ. ചോദ്യം ഇതാണ്: ദാവീദിന്റെ പിതാവിന്റെ പേരെന്തായിരുന്നു? ഈശായി. മതി, ഒരാൾ പറഞ്ഞാൽ മതി, എല്ലാവരോടും പറയണ്ട. ശരിയാണ് കേട്ടോ, ഈശായി ആണ് ദാവീദിന്റെ പിതാവിന്റെ പേര്. ഇനി നിങ്ങൾക്ക് എല്ലാ ആഴ്ചയിലും പറയണത് പോലെ പാഠപുസ്തകത്തിൽ ഒരു മനപ്പാഠവാക്യം കൊടുത്തിട്ടുണ്ട്. മനപ്പാഠവാക്യം നിങ്ങൾ എല്ലാവരും കാണാതെ പഠിക്കണം. അതിന് നല്ല കളറുകളൊക്കെ കൊടുക്കണം. കളർ കൊടുക്കാറില്ലേ നിങ്ങൾ മനപ്പാഠവാക്യത്തിന്? പിന്നെ അത് വഴി കണ്ടുപിടിക്കാൻ അതൊക്കെ വഴി കണ്ടുപിടിക്കണം കേട്ടോ. പെൻസിൽ കൊണ്ടൊക്കെ മാർക്ക് ചെയ്യണം. തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ റൈസർ ഉപയോഗിച്ച് ക്ലിയർ ചെയ്തിട്ട് വീണ്ടും ഒന്നുകൂടെ വരയ്ക്കണം. പിന്നെ അതിനോട് ചേർന്ന് തന്നെ കുറേ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ഉണ്ട്. അതും എല്ലാവരും പഠിക്കണം കേട്ടോ. നിങ്ങൾക്ക് ഉത്തരങ്ങളൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് സാറ് ഈ പാഠഭാഗത്ത് അതിൻ്റെ ചോദ്യവും അതിൻ്റെ ഉത്തരങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും പുസ്തകത്തിലേക്കൊന്ന് ശ്രദ്ധിച്ചോ. അതിനുശേഷം അതിൽ ഉത്തരങ്ങളൊക്കെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളുടെ പേരൻസ് അതൊക്കെ മാർക്ക് ചെയ്ത് തരും കേട്ടോ. എല്ലാവരും പുസ്തകത്തിൽ എഴുതി തരും. ഇപ്പോൾ സാറ് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? പുസ്തകത്തിൽ വഴി കണ്ടെത്താനുള്ള ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. ദാവീദിനെ സഹോദരന്മാരുടെ അടുത്തെത്തിക്കാമോ എന്ന തലക്കെട്ടോടുകൂടി അതിൽ നിങ്ങൾ വഴി കണ്ടെത്തണം. പെൻസിൽ ഉപയോഗിച്ച് വേണം വഴി മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം അടുത്ത പേജിൽ വീണ്ടും മനപ്പാഠവാക്യം, അതിന് നിറം കൊടുക്കണം. അതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിറം കൊടുക്കണം. മനപ്പാഠവാക്യം കാണാതെ പഠിക്കണം. അതിൽ ചേർത്തിരിക്കുന്ന വാചകം ഇതാണ്: യഹോവ എൻ്റെ ബലവും എൻ്റെ പരിചയവുമാകുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിറമെല്ലാം കൊടുക്കാം. അതിനുശേഷം ഉത്തരം പറയുക. അതിൽ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ദാവീദിൻ്റെ പിതാവ് ഈശായി. രണ്ടാമത്തെ ചോദ്യം: ദാവീദിൻ്റെ തൊഴിൽ എന്തായിരുന്നു? ആട്ടിടയൻ. 3. ദാവീദ് സഹോദരന്മാരെ കാണുന്നതിനായി എവിടേക്കാണ് യാത്ര പുറപ്പെട്ടത്? ഏലാ താഴ്വരയിൽ. സഹോദരന്മാർ ആരോടാണ് യുദ്ധം ചെയ്തുകൊണ്ടിരുന്നത്? ഫെലിസ്ത്യരോട്. ആരെ കണ്ടതുകൊണ്ടാണ് ഇസ്രായേൽ സൈന്യം പേടിച്ചു വിറച്ചത്? ഗോലിയാത്ത്. 6. ദാവീദിൻ്റെ ആയുധങ്ങൾ എന്തെല്ലാമായിരുന്നു? കല്ലും കവിണയും. 7. ഗോലിയാത്തിൻ്റെ ആയുധങ്ങൾ എന്തെല്ലാമായിരുന്നു? വാൾ. 8. ദാവീദ് ഗോലിയാത്തിനെ തോൽപ്പിച്ചത് എങ്ങനെ? കവിണയിൽ കല്ല് വെച്ച് എറിഞ്ഞ്. പാഠഭാഗത്തിലൂടെ ദാവീദും ഗോലിയാത്തും എന്ന പാഠഭാഗമാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. കർത്താവ് എൻ്റെ സഹായകനും എനിക്ക് തുണയേകുന്നവനുമാകുന്നു. ബെത്ലഹേം എന്ന പട്ടണത്തിൽ ഈശായി എന്നു പേരുള്ള വൃദ്ധനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് 8 മക്കളുണ്ടായി. അതിൽ ഏറ്റവും ഇളയവനായിരുന്നു ദാവീദ്. തൻ്റെ പിതാവിനെ സഹായിച്ചുകൊണ്ട് ദാവീദ് പിതാവിനോടൊപ്പം താമസിച്ചു പോന്നു. ദാവീദിൻ്റെ പ്രധാന തൊഴിൽ ആടുകളെ മേയ്ക്കുക എന്നുള്ളതായിരുന്നു. ഒരു ദിവസം ഈശായി തൻ്റെ മകനായ ദാവീദിനോട് ഈ പലഹാരപ്പൊതികൾ ഏലാ താഴ്വരയിൽ ഫെലിസ്ത്യരോട് യുദ്ധം ചെയ്യുന്ന നിന്റെ ജ്യേഷ്ഠന്മാർക്ക് കൊണ്ടുപോയി കൊടുക്കുവാൻ പറഞ്ഞു. ദാവീദ് ഏലാ താഴ്വരയിൽ ചെന്നപ്പോൾ ഫെലിസ്ത്യരുടെ നേതാവായ ഗോലിയാത്ത് ആരുണ്ടെന്നെ തോൽപ്പിക്കാൻ എന്ന വലിയ ആക്രോശവാക്കുകളോടുകൂടി അവരുടെ നടുവിൽ എഴുന്നേറ്റ് നിൽക്കുന്നു. കർത്താവ് എന്നോട് കൂടെയുണ്ട്, ഞാൻ അവനോട് യുദ്ധം ചെയ്യും എന്ന മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഗോലിയാത്തിനോട്
യുദ്ധം ചെയ്യുവാൻ ദാവീദ് തീരുമാനിച്ചു. ഏലാത്താഴ്വരയിലെ തോട്ടിൽ ചെന്ന് മിനുസമുള്ള 5 കല്ലുകൾ പെറുക്കിയെടുത്ത് അത് തൻ്റെ ഇടസഞ്ചിയിൽ സൂക്ഷിച്ച് ദാവീദ് ഗോലിയാത്തിനോട് യുദ്ധം ചെയ്യുവാൻ തീരുമാനിച്ചു. തൻ്റെ കവണയിൽ മിനുസമുള്ള ഒരു കല്ല് വെച്ച് ഗോലിയാത്തിനെ വലിച്ചെറിഞ്ഞു. കല്ല് ആകാശത്തിലൂടെ പറന്നുയർന്ന് മല്ലനായ ഗോലിയാത്തിൻ്റെ നെറ്റിയിൽ പതിച്ചു. വലിയ ശബ്ദത്തോടുകൂടി ഗോലിയാത്ത് ഏലാത്താഴ്വരയിൽ കമിഴ്ന്നു വീണ് മരിച്ചു. ദൈവാശ്രയബോധം ഒരുവനെ ശക്തനാക്കുന്നു. ഇത് ഈ പാഠഭാഗത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നു. ദാവീദിൻ്റെയും ഗോലിയാത്തിൻ്റെയും നല്ല മനോഹരമായ ഒരു കഥ നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ പാഠഭാഗത്ത് നിന്ന് നമ്മൾ പഠിച്ച സന്ദേശം എന്താ? മക്കൾക്ക് മനസ്സിലായോ? ഒന്ന് പറഞ്ഞു നോക്കി. യഹോവയിൽ ആശ്രയിക്കണം കേട്ടോ. അപ്പോൾ യഹോവയിൽ ആശ്രയിച്ചാൽ യഹോവ ദൈവം നമുക്ക് എല്ലാം സഹായങ്ങളും ചെയ്തു തരും. അങ്ങനെ സഹായം ലഭിച്ച ഒരാളാണ് ആര്? ദാവീദ്. ദാവീദ് ഭയങ്കര യഹോവ ഭക്തിയുള്ള ആളായിരുന്നു. അതുകൊണ്ട് ദാവീദിന് പ്രതിസന്ധികൾ ഉണ്ടായപ്പോൾ യുദ്ധം ചെയ്യാനുള്ള ഒരു ധൈര്യവും എല്ലാം ആര് കൊടുത്തു? യഹോവ കൊടുത്തു. അപ്പോൾ പാഠഭാഗം എന്ന് ഉദ്ദേശിക്കുന്ന ആ സന്ദേശം മക്കളെ, നിങ്ങൾക്കും ജീവിതത്തിൽ വലിയ സഹായങ്ങൾ ചെയ്തു തരും. ആര്? യഹോവ. യഹോവയെ കൂടുതൽ സ്നേഹിക്കണം, ദൈവത്തോട് കൂടുതൽ പ്രാർത്ഥിക്കണം, നല്ല അനുസരണയുള്ളവരായിരിക്കണം കേട്ടോ. അങ്ങനെ മാതാപിതാക്കളും അധ്യാപകരൊക്കെ പറയുന്ന കാര്യങ്ങൾ കേട്ട് അനുസരിക്കുന്ന നല്ല മക്കളായിട്ട് ജീവിക്കുമ്പോൾ വലിയ അനുഗ്രഹങ്ങൾ യഹോവയിൽ നിന്ന് ലഭിക്കും. അതാണ് ഈ പാഠഭാഗത്ത് നിന്ന് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് ഈ ക്ലാസ് എല്ലാവരും കേട്ടുകൊണ്ടിരുന്നത്. എനിക്കറിയാം ഇനിയും നിങ്ങൾക്ക് കൂടുതൽ കഥകൾ കേൾക്കുന്ന ഇഷ്ടമാണെന്ന് എനിക്കറിയാം. കഥകൾ കേട്ട് ഇങ്ങനെ മതിയാവണില്ല. മുഖത്തേക്ക് നോക്കുമ്പോൾ അറിയാം എനിക്ക് ശരിക്കും കേട്ടോ. നിങ്ങൾ നിരാശപ്പെടേണ്ട. അടുത്ത ആഴ്ച നല്ല ഒരു പുതിയ കഥയായിട്ട് വരും. അതുവരെ ഇതുവരെ പഠിച്ച കാര്യങ്ങളെല്ലാം നന്നായിട്ട് പഠിക്കുക. കാണാതെ പഠിക്കാനുള്ളതൊക്കെ കാണാതെ പഠിക്കുക. കളർ ചെയ്യാനുള്ളതൊക്കെ കളർ ചെയ്യുക. എന്നിട്ട് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളൊക്കെ പഠിക്കുക. നല്ല മിടുക്കന്മാരും മിടുക്കികളുമായിട്ടിരിക്കുക. സന്തോഷത്തോടെ ആയിരിക്കണം. അടുത്ത ആഴ്ച പുതിയൊരു കഥയുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരും. അതുവരെ എല്ലാവർക്കും സന്തോഷത്തോടെ ഇരിക്കാൻ വേണ്ടി നിങ്ങളെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കും. മക്കളെ, നിങ്ങൾ സാറിനെ ഓർത്ത് പ്രാർത്ഥിക്കണം. എല്ലാ വിധത്തിലുള്ള അനുഗ്രഹങ്ങളും ദൈവം തരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു.